ഇന്ന് ഞാനേ എൻ്റെ കോവൽ നട്ടിട്ട് നല്ല രീതിയിൽ കോവയ്ക്ക് ഉണ്ടായി വന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം നന കൂട്ടേണ്ട ടൈം വന്നപ്പോൾ അടയ്ക്കാമരത്തിൻ്റെ കട ഒന്ന് തുറന്നപ്പോൾ അതിൻ്റെ വേര് അല്ല തുറന്നപ്പോൾ വേണ്ട ഇതിൻ്റെ വേര് പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് നോക്കിയേ അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കോട്ടം പറ്റി. എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നതാണ്, അതൊക്കെ ഉണങ്ങിപ്പോയി, കുറച്ച് ഈസിയായി തുടങ്ങി. എന്നാലും ചിലപ്പോൾ ഒരു കറിക്ക് ഞങ്ങൾക്ക് പൊട്ടിച്ച് കിട്ടാറുണ്ട്. വേണ്ട ഇവിടെ ഒക്കെ പടർന്നിരുന്നതാ, അതൊക്കെ നശിച്ചു. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു തണ്ട് എടുത്തും കഴിഞ്ഞ് മുളപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതെ ഇത് നമുക്ക് തണ്ട് മുറിക്കാം കേട്ടോ. ഇതാണ് നടാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഈ തണ്ട് നടണേന് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവയ്ക്കത്തണ്ടിന് എപ്പോഴും ചാണാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ പേരിൽ കുറച്ച് ചാണപ്പൊടി എടുക്കുക, കുറച്ച് മണലെടുക്കുക, മണലെന്ന് വെച്ചാൽ മണ്ണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തണ്ട് മുളപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇതേമാരത്തെ ചകിരി നമ്മുടെ വീട്ടിലൊക്കെ പൊളിക്കുമ്പോൾ അതിൻ്റെ ചോറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഉപയോഗം ഇതാ. ഇനി നമുക്കൊന്ന് കാണാം. ഇതിങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇതേമാതിരി ആദ്യം നമ്മൾ ഈ കിറ്റിൻ്റെ അടിയിലേക്ക് തള്ളി കൊടുക്കാം കേട്ടോ. ഏറ്റവും ഫസ്റ്റ് വേണം, അപ്പോഴൊരു വെള്ളം ഊർന്ന് പോകാനും ഇത് വേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിമുക്കോടെ പിടിക്കാനും എല്ലാം കൊണ്ടും നല്ലതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഈ ചാണപ്പൊടി മണ്ണും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കറിച്ചോറ് ഇട്ടതിന് ശേഷം നമ്മൾ ചാണപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നിറച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ചകിരിച്ചോറ് ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാ വെള്ളം ഇരുന്ന് പോയതുകൊണ്ടാണ്. എന്നിട്ട് പതുക്കനൊന്ന് ഇതൊന്ന് കുടയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. അതിൻ്റെ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക. നമ്മൾ വെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് ഇത്രയ്ക്ക് ഒരു 3 ഇഞ്ച് ഡിഫറൻസിൽ ഉള്ളത് വെട്ടാം. ഒരു മുട്ട് മതിയിട്ടാ. അതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഈ തണ്ട് വെട്ടിയെടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഈ തണ്ടിൻ്റെ മുക്കാൽ ഭാഗം അങ്ങോട്ട് മണ്ണിലേക്ക് താത്തി വെച്ചിട്ട് ഈ മുനപ്പ് കുറച്ച് മേലെ നിർത്താം. ഇതാണ് വെച്ച് കൊടുക്കുക. ശകലം വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊരാഴ്ച കഴിയുമ്പോഴേക്കും മുളച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ കോവലത്തിൻ്റെ ഇത് വെട്ടി പാവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ട് വെച്ചിട്ടുണ്ട്. ഈ മുള വരട്ട കോവയ്ക്ക തൈകളാണ് കേട്ടോ കാണുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ച എന്തില്ലേ നടുന്ന രീതി